വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ കാണാനായി എത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാനന്തവാടി ബിഷപ്പ് ഹൌസിൽ എത്തി രൂപത അധികാരികളുമായി ചർച്ച നടത്തി. വയനാട്ടിലെ രൂക്ഷമായ വന്യമൃഗ പ്രശ്നങ്ങൾ സംബന്ധിച്ച വിവിധ കർഷക സംഘടനാ നേതാക്കളും ഗവർണർക്ക് നിവേദനം നൽകി. വയനാട്ടിലെ പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുൻപിൽ അവതരിപ്പിക്കുമെന്ന് ഗവർണർ. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാനായാണ് ഗവർണർ ഇന്ന് ജില്ലയിലെത്തിയത്. ഇവരുടെ വീടുകളിൽ സന്ദർശനം പൂർത്തിയാക്കിയ ഗവർണർ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മാനന്തവാടി രൂപത ബിഷപ്പ് ഹൌസിലെത്തിയത്. ഗവർണറുടെ മാനന്തവാടി രൂപത ബിഷപ്പും മാർ ജോസ് പൊരുന്നേടവും മീനങ്ങാടി രൂപത ബിഷപ്പ് ഗീവർഗീസ് മാർ സ്റ്റെഫാനസ് സഹായമെത്രാൻ മാർ അലക്സ് താരമംഗലവും ചേർന്ന് ഗവർണറെ സ്വീകരിച്ചു. തുടർന്ന് വയനാട്ടിലെ വന്യജീവി പ്രശ്നങ്ങളും വയനാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന വിവിധ പ്രയാസങ്ങളും ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം പ്രസംഗിച്ചു. Second thing is about the road connectivity and air connectivity. There is absolutely no air connectivity, you know that. And a helicopter had to come from, I think, from Chennai somewhere, Coimbatore. It reached here, but they could not lift the patient or the man who was just dying because it was not an ambulance. No, they had to remove the seats, but it could not be done in such a short time. വിഷയങ്ങൾ കേട്ട ഗവർണർ വയനാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയതായും ഇത് വേണ്ട രീതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുൻപിൽ അവതരിപ്പിക്കുമെന്നും ഉറപ്പു നൽകി. ഒപ്പം വയനാട്ടിലെ വിവിധ കാർഷിക പ്രയാസങ്ങൾ സംബന്ധിച്ച് നിരവധി കർഷക സംഘടനകളും ഗവർണർക്ക് നിവേദനം നൽകുകയും ചെയ്തു. ഈ നിവേദനങ്ങൾ മനസ്സിലാക്കി വായിച്ച് വേണ്ട രീതിയിൽ അവതരിപ്പിക്കുമെന്നും ഗവർണർ ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.